നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 17 തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത്. വളരെ നല്ല ഡാറ്റ ആയിരുന്നിട്ട് കൂടി വ്യാഴാഴ്ച ഇന്ത്യൻ വിപണി ഇടിയുകയുണ്ടായി. ഏതായാലും ഇന്ന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ദിവസം തന്നെയാണ്. കാരണം നല്ലൊരു ഓപ്പണിംഗ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റിലേക്ക് വരാം. അസ്ഥിരമായ ആഴ്ചയ്ക്ക് ശേഷം നിക്ഷേപകർ ഡിസ്കൗണ്ടിലുള്ള ഷെയറുകൾ വാങ്ങുന്നതിൽ ശ്രദ്ധ കാണിച്ചു. എല്ലാ പ്രധാനപ്പെട്ട സൂചികകളും ഉയരുകയുണ്ടായി. ഡൗ ജോൺസ് 1.65% ഉയർന്നു. S&P 500 2.13%, നാസ്ഡാക്ക് 2.61% നേട്ടവും ഉണ്ടാക്കി. വെള്ളിയാഴ്ച ഒരു ബൗൺസ് ബാക്ക് കണ്ടെങ്കിലും S&P 500 നാസ്ഡാക്കും തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി വെള്ളിയാഴ്ച ടെക് സ്റ്റോക്കുകളുടെ നേതൃത്വത്തിലായിരുന്നു ഒരു മുന്നേറ്റം കണ്ടത്. ഇനി കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് US നിന്നും വളരെ പ്രധാനപ്പെട്ട പണപ്പെരുപ്പ ഡാറ്റകൾ വന്നിരുന്നത്. അത് പോസിറ്റീവ് ആയിരുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ US വ്യാപാര പങ്കാളികൾക്കെതിരായ താരിഫ് ഭീഷണികൾ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ മാറുന്ന നയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ICICI ബാങ്ക് 1.17% നേട്ടമുണ്ടാക്കി. HDFC ബാങ്കും 1% മുകളിൽ ഉയർന്നു. ഇൻഫോസിസ് 0.60% ഉയർന്നപ്പോൾ വിപ്രോ 1.32% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കൂടിയുള്ള ഒരു ദിവസമാണ്. ആ ന്യൂസ് നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്പോട്ട് ഗോൾഡ് ഇത് ആദ്യമായി $6,000 ക്രോസ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 65,760 രൂപയാണ് പവന്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി എല്ലാ മാർക്കറ്റിലെ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ 3:30 വരെ ഞങ്ങൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ആ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 50% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന അവസരവുമുണ്ട്. ഇനി ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യത്തെ വാർത്ത, ഇൻഡസിൻഡ് ബാങ്കിന്റെ ഡെറിവേറ്റീവ് അക്കൗണ്ടുകളിൽ പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോക്ക് ഏകദേശം 30% ഇടിഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ച് RBI വളരെ പോസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. RBI പറയുന്നത് ഇപ്രകാരമാണ്: ഇൻഡസിൻഡ് ബാങ്ക് സാമ്പത്തികമായി സുസ്ഥിരവും നല്ല മൂലധനവും നിലനിർത്തുന്നു. ഇന്റേണൽ റിവ്യൂ പൊരുത്തക്കേടുകൾ കണ്ടെത്തി മൊത്തം മൂല്യത്തിന്റെ 2.35% ബാധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും പരിഭ്രാന്തിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് RBI സൂചിപ്പിക്കുന്നത്. ഊഹക്കച്ചവട റിപ്പോർട്ടുകൾ അവഗണിക്കാൻ നിക്ഷേപകരോട് RBI ഉപദേശിക്കുന്നു. ശക്തമായ സാമ്പത്തിക അടിത്തറയാണ് കമ്പനിക്ക് ഉള്ളത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മൂലധന പര്യാപ്തത അനുപാതം 16.46%. റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് മുകളിലായിട്ടാണ് ഇതുള്ളത്. പ്രൊവിഷണൽ കവറേജ് റേഷ്യോ 70.20%. ശക്തമായ റിസ്ക് മാനേജ്മെന്റ് ആണ് എന്നിത് സൂചിപ്പിക്കുന്നു. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ 113%. ആവശ്യമായിട്ടുള്ളത് 100% മുകളിലാണ്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇത് സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഇന്ന് ഉണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം KEC ഇന്റർനാഷണൽ. കമ്പനിക്ക് 1,267 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു ഓർഡർ ലഭിച്ച കമ്പനിയെ കുറിച്ചാണ്. ഓറിയന്റൽ റെയിൽ ഇൻഫ്ര. കമ്പനിക്ക് 5 കോടി രൂപയുടെ പുതിയൊരു ഓർഡറാണ് ലഭിച്ചത്. അടുത്ത് വെൽപ്സൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BHEL 231.78 കോടി രൂപയുടെ ഒരു കരാർ നൽകിയിരിക്കുന്നു. അടുത്ത് GR ഇൻഫ്ര പ്രൊജക്ട്സ് ആണ്. 4,263 കോടി രൂപയുടെ പുതിയ പദ്ധതിക്കായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കമ്പനിയെ തിരഞ്ഞെടുത്തു. അടുത്ത് മഹാരാഷ്ട്ര സീംലെസ് ആണ്. കമ്പനിക്ക് 298 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചു. അടുത്ത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ്. തെറ്റായ ലേബലിംഗ് കാരണം കമ്പനിയുടെ US ലെവെട്രാസിറ്റം ഇൻഫ്യൂഷൻ ബാഗുകളുടെ ഒരു ബാച്ച് കമ്പനി തിരിച്ചു വിളിക്കുന്നു. തെറ്റായ ലേബലിംഗ് ചെയ്ത ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ദോഷകരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകും. ഏതായാലും ഇത് കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്ന പോസ്റ്റുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി 2 റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ആരംഭിച്ചു. ദേവനഹള്ളിയിലെ ബ്രിഗേഡ് ഓർക്കേഡ്സിൽ നിന്നും
380 കോടി രൂപയും ബ്രിഗേഡ് എട്രീനയിൽ നിന്ന് 2700 കോടി രൂപ വരുമാനവുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അടുത്ത തേജസ് നെറ്റ്വർക്ക്സ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 123.45 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനാന സ്റ്റോക്കുകൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, സെയിൽ തുടങ്ങിയവയാണ്. ഇന്ന് സ്പ്ലിറ്റ് നടക്കുന്ന ഒരു കമ്പനി സിക്ക ഇന്റർപ്ലാൻ സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 793 കോടി രൂപയ്ക്കാണ് വ്യാഴാഴ്ച FI സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1724 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIസിന്റെ സെല്ലിങ്ങിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാവുന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ചൈനീസ് മാർക്കറ്റ് തന്നെയാണ് ഫോക്കസിലുള്ളത്. ജനങ്ങൾ ചിലവാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുമായി ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ചൈനീസ് സർക്കാർ പദ്ധതിയിടുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.27% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.58% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,563 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ച എണ്ണവില 1% ഉയരുകയുണ്ടായി. ആഴ്ചയിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കാരണം നിക്ഷേപകർ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് കാണുന്നു. ഇത് റഷ്യൻ ഊർജ്ജ വിതരണം വർദ്ധിപ്പിച്ചേക്കും. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.37% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $67.88 പെർ ബാരൽ എന്ന നിലയിൽ 1.45% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി സെല്ലിംഗ് പ്രഷർ കാരണം 22,400 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. 22,397 73 പോയിന്റ്സ് ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ നോക്കിയാൽ ഹവർലി ചാർട്ടിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ കൂടിയാണ് നിഫ്റ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് എപ്പോൾ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പാറ്റേണിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ അത് നിർണായകമാവാൻ സാധ്യതയുണ്ട്. ഇനി വെള്ളിയാഴ്ചത്തെ നെഗറ്റിവിറ്റി നിഫ്റ്റി 22,442 അതായത് 5 ഡേ EMAയ്ക്കും 10 ഡേ EMA ഉള്ള 22,470 താഴെയായിട്ട് ക്ലോസ് ചെയ്യാൻ കാരണമായി. ഈ രണ്ട് പ്രധാനപ്പെട്ട ലെവലുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 20 ഡേ EMA ഉള്ളത് അപ്സൈഡിൽ ആണ്. ഒരു പ്രാവശ്യം മാത്രമാണ് കഴിഞ്ഞ ആഴ്ച ആ ഒരു ലെവലിൽ ടച്ച് ചെയ്യാനും സാധിച്ചത്. ഈ 20 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. ഏതായാലും ഒരു ഓവറോൾ സെന്റിമെന്റ് വീക്കായി തന്നെ തുടരുന്നു. ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി മാറാൻ സാധ്യതയുള്ളത് അപ്സൈഡിൽ 22,600 മുതൽ 700 വരെയുള്ള ഒരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 22,300 മുതൽ 22,250 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 23,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 21,000 സ്ട്രൈക്ക്, അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,350 എന്ന ATM സ്ട്രൈക്കിൽ 85% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ വെറും 44% വർധനവ് മാത്രമാണ്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,300 സ്ട്രൈക്കിൽ 33% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണുള്ളത്. 5% മാത്രം ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ചെറിയൊരു ഷോർട്ട് കവറിംഗ് ആണത്. 22,400 സ്ട്രൈക്കിൽ 221% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 742% വർധനവ്, ഒരു നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 22,350 ബാക്കി 2 സ്ട്രൈക്കുകളിലും 22,300 സ്ട്രൈക്കിലും 22,400 സ്ട്രൈക്കിലും മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,060 4 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും ഒരു ഷോർട്ട് ടേമിലേക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം 10 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടിയുള്ളത് കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ലോവർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ചത്തെ ലോ ആയിട്ടുള്ള 47,694 പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഡൗൺ സൈഡിൽ ആദ്യം ഫോക്കസിൽ വെക്കേണ്ടത് 47,204
അപ്സൈഡിൽ 48,952 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 49,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക് 2.5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ട്രേഡ് ചെയ്യുന്നത്. 13.28 3% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയിട്ടുള്ളത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.